ചേലക്കരയിൽ 1 രൂപയ്ക്ക് ബെഡ്ഷീറ്റ് 500 പേർക്ക്. വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി 2-ാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി 4 ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം. ചേലക്കര പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് കുത്താമ്പുള്ളി കുടുംബാരോഗ്യ കേന്ദ്ര കെട്ടിടം, ലാബ് എന്നിവയുടെ ഉദ്ഘാടനം ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജും MP കെ രാധാകൃഷ്ണനും ചേർന്ന് നിർവഹിച്ചു. തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് കുത്താമ്പുള്ളി കുടുംബാരോഗ്യ കേന്ദ്രം കെട്ടിടം ഉദ്ഘാടനം ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ഒരു ആശുപത്രി ആകട്ടെ, ICU ആകട്ടെ, നമ്മുടെ ആരോഗ്യ മേഖലയിലെ ഏത് സംവിധാനവും നിർമ്മാണം പൂർത്തീകരിച്ചോ അത് ഫങ്ഷണൽ ആകണം എന്നുള്ളതാണ്. ഉദ്ഘാടനം പിന്നീട് നടക്കും, പക്ഷെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആശുപത്രികൾ. അപ്പോൾ തീർച്ചയായിട്ടും അത് പ്രവർത്തിക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ച് അങ്ങനെ ഇത് പ്രവർത്തിക്കുകയാണ് ചെയ്തത്. നമ്മൾ കാണേണ്ടത് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ കേരളം പതിറ്റാണ്ടുകളായിട്ടുള്ള പൊതുജനാരോഗ്യ രംഗത്തെ പ്രവർത്തനങ്ങളുടെ ഫലമായി നമുക്ക് നല്ല മികച്ച ആരോഗ്യ നേട്ടങ്ങളുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളവർ കേരളത്തിൽ താമസിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ജനിച്ച് വളർന്ന് ജീവിക്കുന്ന നമ്മളാണ്. 76 വയസ്സാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആയുസ്. കേരളത്തിലാണ് ശരാശരി ആയുസ്. 80 വയസ്സ് സ്ത്രീകൾക്കും ശരാശരി പ്രായം, 73-74 വയസ്സ് പുരുഷന്മാർക്കും. അതുപോലെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നത് ഏറ്റവും കുറവ് കേരളത്തിലാണ്. പ്രസവ സമയത്ത് അമ്മമാർ മരിക്കുന്നത് ഏറ്റവും കുറവ് കേരളത്തിലാണ്. അത് രാജ്യത്ത് മാത്രമല്ല, നമ്മൾ അന്തർദേശീയ തലത്തിൽ, ആഗോളതലത്തിൽ നോക്കുമ്പോഴും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഈ നേട്ടങ്ങൾ വികസിത രാജ്യങ്ങളുടെ നേട്ടങ്ങൾക്ക് തുല്യമാണ്. ലാബിന്റെ ഉദ്ഘാടനം ആലത്തൂർ MP കെ രാധാകൃഷ്ണനും നിർവഹിച്ചു. ആരോഗ്യ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി നിർവഹിക്കുന്ന ആളുകളാണ്. ഞങ്ങളുടെ പ്രസംഗം കൊണ്ടല്ല ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നത്, നിങ്ങളുടെ ഇടപെടൽ, നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് ആരോഗ്യ മേഖലയിൽ നമുക്ക് മന്ത്രി പറഞ്ഞല്ലോ ലോകത്ത് തന്നെ മാതൃകയാകേണ്ട തരത്തിലേക്ക് നമ്മൾ വരുന്നത്. തീർച്ചയായിട്ടും അത് ഇനിയും നമുക്ക് മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചത്. എല്ലാവരെയും ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് സംഘടിപ്പിക്കുന്നത്. ഇവിടെ കുത്താമ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം വികസനത്തിൻ്റെ ഒരു പെരുമഴക്കാലമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ തൊട്ടപ്പുറത്താണുള്ള സ്കൂള്. അപ്പോൾ 1 കോടി രൂപയുടെ കെട്ടിടം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പണി. ഇപ്പുറത്ത് നമ്മൾ ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴേക്കും കുത്താമ്പള്ളി മായന്നൂർ പാലം നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിയും. ഏകദേശം 33.5 കോടി രൂപ ചിലവഴിച്ചുകൊണ്ടുള്ള പാലമാണ് നിർമ്മിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന്. അപ്പോൾ തിരക്ക് കൂടും ഇവിടെ. കുത്താമ്പള്ളി ആശുപത്രിയിൽ തിരക്ക് കൂടാൻ സാധ്യതയുണ്ട്. കുത്താമ്പള്ളി മായന്നൂർ പാലം ഫെബ്രുവരി മാസം ആകുമ്പോഴത്തേക്കും പണി കഴിയും. മാർച്ച് മാസം ആകുമ്പോഴേക്കും നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിയും. അപ്പോൾ അത് തിരക്ക് കൂടും. തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് കുത്താമ്പുള്ളി കുടുംബാരോഗ്യ കേന്ദ്രം ആർദ്രം പദ്ധതി വിഹിതമായ 14 ലക്ഷം രൂപയും NHM വിഹിതമായ 68.58 ലക്ഷം രൂപയും ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. ചേലക്കര MLA യുവ പ്രദീപ് അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ആരോഗ്യരംഗം നല്ലപോലെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഏതാണ്ടും ഈ രംഗത്ത് പുതിയ പുതിയ തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട് 8,000 ചില്ലാനം അടുത്ത് വരുന്ന തസ്തിക സൃഷ്ടിച്ചു കഴിഞ്ഞു. ഇനി സൃഷ്ടിക്കാൻ പോവുകയാണ്. ഇത് ഒരു കാലത്തും ഇത്ര അധികം ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ പുതിയ തസ്തിക സൃഷ്ടിച്ചില്ല. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പ്രതിസന്ധി ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് പുതിയ തസ്തിക ഉണ്ടാക്കിയാൽ മാത്രമാണ് ജനങ്ങൾക്ക് കൂടുതൽ ആളുകളെ ഉദ്യോഗസ്ഥരെ നിയമിച്ച് സൗകര്യപ്രദമായ ചികിത്സ കൊടുക്കാൻ കഴിയുള്ളൂ. അതിനുള്ള ശ്രമത്തിലാണ് ഗവൺമെൻറ്റും. തീർച്ചയായിട്ടും നമ്മുടെ ഈ കേന്ദ്രത്തിലും അതേപോലുള്ള ഘട്ടം ഘട്ടമായില്ല ഇനിയും കൂടുതൽ വർധനവ് ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രിയപ്പെട്ട കുത്താമ്പള്ളിയുള്ള ജനങ്ങൾ
നല്ലപോലെ ഈ നാടിന് അല്ലെങ്കിൽ നാട് മുഴുവൻ ഈ സ്ഥാപനത്തിനെ വളർച്ചയ്ക്ക് വേണ്ടി സ്നേഹിച്ച് കൂടെ നിൽക്കേണ്ടത് നല്ല ബോധ്യമുണ്ട്. ഇനിയും നമുക്ക് ഒരുമിച്ച് നിന്നാൽ നല്ലപോലെ നമുക്ക് മുന്നേറ്റവും വളർച്ചയും ഉണ്ടാക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് അതിന് നേതൃത്വം കൊടുത്ത ആരോഗ്യവകുപ്പിലെയും അതുപോലെ പ്രിയപ്പെട്ട മന്ത്രിയും നമ്മുടെ MP-യും എല്ലാം ഈ സമയത്ത് അഭിനന്ദിച്ചുകൊണ്ട് തിരുവല്ലോമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ശ്രീദേവി TP, ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ P. സജീവ് കുമാർ എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ S. നായർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. തിരുവല്ലോമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ഉദയൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനി ഉണ്ണികൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK രാമചന്ദ്രൻ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആശാദേവി, വിവിധ വാർഡുകളിലെ മെമ്പർമാർ, തിരുവല്ലോമല ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രേഖ B. നായർ, പഴയന്നൂർ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗൌതമൻ KK, മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രചന K, ഡോക്ടർ ജനീബ് PMK എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. കുത്താമ്പുള്ളി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രമീള റാണി നന്ദി അർപ്പിച്ചും സംസാരിച്ചു. CCV ന്യൂസ് തിരുവല്ലോമല.